ഫൈവ്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നെടുക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ റോക്ക്ഡെയിൽ പൈനിയേഴ്സ്, അതായത് 1844 വന്ന ഒരു സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ്. നമ്മൾ പറയുന്ന UK എന്ന പേരിൽ അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ സൊസൈറ്റിയുടെ ആരംഭം എന്ന് പറയാം. ഇതിൻ്റെ പ്രൈമറി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1830 റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. 60 വെയ്വേഴ്സ് കൂടി ചേർന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിച്ചത്. അപ്പോൾ 1844 റോക്ക്ഡെയിൽ പൈനിയേഴ്സ് സൊസൈറ്റി വന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രയോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നുണ്ടായിരുന്നത് 1830 റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി വന്നത്. ആ ഫ്രണ്ട്ലി സൊസൈറ്റിയിൽ ഏകദേശം എത്ര പേരുണ്ടായിരുന്നു? 60 വെയ്വേഴ്സ് കൂടി ചേർന്ന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചു എന്ന് പറയാം. ഇതിനൊരു കാരണം എന്ന് പറയുന്നത് 1844 റോക്ക്ഡെയിൽ പൈനിയേഴ്സ് സൊസൈറ്റി ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയാനുള്ളത് 1840 ലണ്ടനിൽ ഹംഗറി ഭയങ്കര പ്രോബ്ലമായി വന്നത്. ഹംഗറി മീൻസ് നമുക്കറിയാം ദാരിദ്ര്യം. ആ 1840 ഗ്രേറ്റ് ബ്രിട്ടനിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന സംവിധാനം വന്നത്. അപ്പോൾ ആ ദാരിദ്ര്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയാണ് 1844 സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നത് എന്ന് പറയാം. അതിന് മുൻകൈയെടുത്ത വ്യക്തിയുടെ പേരാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്നുള്ളത്. അദ്ദേഹം 28 persons among the cooperative members of Rochdale Friendly Society established a cooperative society with unlimited liability. ഈ സൊസൈറ്റിയുടെ പ്രത്യേകത എന്താ? 28 വ്യക്തികൾ കൂടി ചേർന്ന് സൊസൈറ്റി ആരംഭിച്ചു. ആ സൊസൈറ്റിയുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് $28 ആയിരുന്നു ഇതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് അവർ തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് പറയാം. പിന്നീട് ഈ സൊസൈറ്റിയുടെ പേര് റോക്ക്ഡെയിൽ ഈക്വിറ്റബിൾ സൊസൈറ്റി എന്നാക്കി മാറ്റി. റോക്ക്ഡെയിൽ ഈക്വിറ്റബിൾ സൊസൈറ്റി എന്നാക്കി മാറ്റി. ഈക്വിറ്റബിൾ സൊസൈറ്റി എന്ന പേരിലേക്ക് ആക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനോടൊപ്പം തന്നെ ഒരു മൂവ്മെൻറ്റിന് ആക്കം കുറിച്ച വ്യക്തിയാണ് ചാൾസ് ഹോവർത്ത് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം leader by investing $40 they purchased small quantities of wheat, flour, butter, sugar etc. started cooperative society on 21/12/1844. അപ്പോൾ 21/12/1844 ചാൾസ് ഹോവർത്ത് എന്ന് പറയുന്ന വ്യക്തി സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള വീറ്റ്, ബട്ടർ, ഷുഗർ ഒക്കെ വെച്ചുകൊണ്ട് ഒരു ചെറിയ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത്. റോക്ക്ഡെയിലിന് ശേഷം വന്ന സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയെ അവർ വിളിച്ച പേര് ദ ടോഡ് ലയൺ സ്റ്റോർ എന്നായിരുന്നു. അതിനെ വിളിച്ച പേര് ദ ടോഡ് ലയൺ സ്റ്റോർ എന്ന പേരിലാണ് അറിയപ്പെട്ടത് എന്ന് നമുക്ക് പറയാം. ഇതിന് ഒരു റെൻറ്റഡ് ബിൽഡിംഗ് നമ്പർ 1 എന്ന ബിൽഡിങ്ങിലാണ് ഈ സൊസൈറ്റി പ്രവർത്തിച്ചത്. ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബെറ്റർ സോഷ്യൽ ഓർഡർ, സമൂഹത്തിന് ഒരു ബെറ്റർ സോഷ്യൽ ഓർഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ് റോക്ക്ഡെയിൽ പൈനിയർ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ എന്ന് നോക്കണം. ഒന്ന്, മോണിറ്ററി ബെനഫിറ്റ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കണ്ടീഷൻ ഓഫ് ദി മെമ്പേഴ്സ്. അതായത് സൊസൈറ്റിയിൽ അംഗങ്ങളായവരുടെ സാമ്പത്തികമായ അതിനേക്കാളുപരി സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കുക, വളർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ടു ഓപ്പൺ സ്റ്റോർ ടു സപ്ലൈ പ്രൊവിഷൻസ്, ക്ലോത്തിങ് എക്സെട്ര ടു മെമ്പേഴ്സ്. അവർക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും, ഡ്രസ്സ് അടക്കം, ദാറ്റ് മീൻസ് ക്ലോത്ത് അടക്കം എല്ലാ പ്രൊഡക്റ്റുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സൊസൈറ്റിയുടെ ലക്ഷ്യത്തിൽ പെടുന്നത്. ടു പർച്ചേസ് ഓർ ബിൽഡ് ഹൗസ് ഫോർ മെമ്പേഴ്സ്. അതായത് ഈ സൊസൈറ്റിയിൽ അംഗങ്ങളായവർക്ക് വീട് പണിയുക, വീട് വാങ്ങിക്കാൻ സഹായം കൊടുക്കുക ഒക്കെ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളാണ്. ടു പ്രൊഡ്യൂസ് സച്ച് ആർട്ടിക്കിൾ വിച്ച് മേ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു മെമ്പേഴ്സ്. അതായത് സൊസൈറ്റിയിലെ അംഗങ്ങളായവർക്ക് തൊഴിലുണ്ടാക്കുന്നതിന് അനുയോജ്യമായ എല്ലാ വസ്തുക്കളും കൊടുക്കുക.
തൊഴിലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ റോ മെറ്റീരിയൽ കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളവിടെ കയറ് പിരിക്കുന്നുണ്ട്, അതിൻ്റെ റോ മെറ്റീരിയൽ എന്താ, ചകിരിയാണ്. നമുക്കറിയാം ചകിരിയിലെ തൊണ്ടാണ് എന്ത്, റോ മെറ്റീരിയൽ, അത് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളവിടെ ഒരുപാട് എന്താ പറയുക ഫ്ലവർ മില്ലുകളുണ്ട്, അവർക്ക് അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അരിയാകാം, ഗോതമ്പാകാം, അങ്ങനെയൊക്കെ കൊടുക്കലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയപ്പെടേണ്ടത്. പിന്നെ പറയുന്നത് എന്താ, ടു പർച്ചേസ് ഓർ ടേക്ക് ലീസ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ഓഫ് ദി മെമ്പേഴ്സ്. ഇതിൽ അംഗങ്ങളുടെ കൃഷിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലാൻഡ് ലീസിന് എടുക്കുക. ലാൻഡ് ലീസ് എന്ന് വെച്ചാൽ ഭൂമി വാടകയ്ക്ക് എടുക്കുക, തരിശായ ഭൂമി വാടകയ്ക്ക് എടുക്കുക, ആ ഭൂമി എന്ത് ചെയ്യുക, കൃഷിക്ക് ഉപയോഗിക്കുക, അതിനാവശ്യമായ വിളവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ടു എസ്റ്റാബ്ലിഷ് സെൽഫ് സപ്പോർട്ടിംഗ് കോളനീസ് ഓഫ് മെമ്പർ ഫോർ ദെയർ കോമൺ ഇൻട്രസ്റ്റ്. നമുക്കറിയാം സാധാരണ രീതിയിൽ ഈ ജനങ്ങളൊക്കെ തിങ്ങി വസിക്കുന്നത് കോളനി രൂപത്തിലാണ്. അപ്പോൾ കോളനിയെ സപ്പോർട്ട് ചെയ്യാവുന്ന അതിൻ്റെ പ്രാദേശിക സംവിധാനം എന്താണോ അതിനനുസരിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് സഹകരണ മേഖലയുടെ പ്രാധാന്യമാണെന്ന് പറയുന്നു. ആൻഡ് ടു മേക്ക് അസൈൻമെൻറ്റ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ദെയർ ചിൽഡ്രൻ. അവരെ കുട്ടികൾക്കും അതേപോലെ അവരുടെ ഫാമിലിക്കും വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സഹകരണ വിദ്യാഭ്യാസം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, കുട്ടികളെ കുറച്ചും കൂടിയും സൊസൈറ്റിയിൽ ഡെവലപ്ഡ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെട്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് റോക്കഡേൽ പൈനിയർ സൊസൈറ്റിയിലെ ഫീച്ചേഴ്സ്. കോപ്പറേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോക്കഡേൽ പൈനിയർ സൊസൈറ്റി ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ടത് പ്രിൻസിപ്പൾസ് ആണ്. ഒന്ന്, ഓപ്പൺ മെമ്പർഷിപ്പ്, അതാണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ അംഗങ്ങളാകാൻ താല്പര്യമുള്ള എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കുക. അവിടെ ജാതിയോ മതമോ വർണ്ണമോ മറ്റൊരു കൺസെപ്റ്റുകൾ എടുക്കാനായിട്ട് പാടില്ല. ഇഫ് എനിബഡി ലൈക്ക് ദ ഗെറ്റ് മെമ്പർഷിപ്പ് എന്നുള്ളതാണ് പ്രത്യേകത. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ് ആണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ക്യാഷ് സെയിൽസ്, നോട്ട് ക്രെഡിറ്റ് സെയിൽസ്, അതാണ് പ്രധാനപ്പെട്ടത്. അതായത് സൊസൈറ്റിയിൽ നിന്ന് എന്ത് സാധനങ്ങൾ വിറ്റാലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്യാഷ് സെയിൽസിനെ കൊടുക്കുള്ളൂ. ഒരിക്കലും ക്രെഡിറ്റ് സെയിൽസ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ കടമായിട്ട് ഒരു സാധനങ്ങളും സൊസൈറ്റിയിൽ നിന്ന് വിൽക്കാനായിട്ട് പാടില്ല. കാരണം ബാഡ് ഡെറ്റ് ഉണ്ടാകും, പലപ്പോഴും സൊസൈറ്റി നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ക്യാഷ് സെയിൽസ് മാത്രമേ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ പറയുന്നത് ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. സോ വൺ മാൻ വൺ വോട്ട്. ഈ സൊസൈറ്റിയുടെ പ്രത്യേകത എന്താ, ഇത് ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്, ഇലക്ഷനിലൂടെയാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്താ വേണ്ടത്, വൺ മാൻ വൺ വോട്ട്. സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും ഓരോ വോട്ടും ഉണ്ടാവും. അവർക്ക് വോട്ട് ചെയ്യാം, ജനറൽ ബോഡിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാം, മാനേജ്മെൻറ്റ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാം, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് പ്രൈസിങ് പോളിസി. പ്രൈസ് പോളിസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ്. അതായത് വില നിർണ്ണയിക്കുന്നതിന് ഒരു മാനദണ്ഡം ഉണ്ടാകണം. സഹകരണം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അമിതമായ ലാഭം ഉണ്ടാക്കാനായിട്ട് പാടില്ല. കാരണം സഹകരണത്തിൻ്റെ ആപ്തമായ ലക്ഷ്യം എന്താ, സർവീസ് മോട്ടോ, സർവീസാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അമിതമായ ലാഭം ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ സൊസൈറ്റിക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ സൊസൈറ്റി നാമമാത്രമായ ലാഭം ഇതിനുണ്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ നിലനിൽപ്പിന്, നടത്തിപ്പിന്, മാനേജ്മെൻറ്റിന് സാലറി കൊടുക്കാനൊക്കെ ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അഞ്ചാമത്തെ ഫിക്സഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. ഫിക്സഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ ആരൊക്കെയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്കൊക്കെ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കണം. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് ഷെയറിലാണ്, സൊസൈറ്റിയിലാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർ എന്തായാലും റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാവും. ആ റിട്ടേൺ പ്രോപ്പറായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് കൊടുക്കണം എന്ന് റോക്കഡേൽ പൈനിയർ പ്രിൻസിപ്പിൾ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ പറയുന്നത് ആറാമത്തെ കൺസെപ്റ്റിൽ പറയുന്നത് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് പ്രൊഡക്ട്സ്. അതായത് ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ കൊടുക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എന്തുണ്ടാകാൻ പാടില്ല, ഒരിക്കലും അഡൾട്രേഷൻ ഉണ്ടാകാൻ പാടില്ല, മായം ചേർക്കാനായിട്ട് പാടില്ല. അപ്പോൾ പ്യുവറായ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ വിൽക്കാനായിട്ട് പാടുള്ളൂ. അതിന് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, പുതിയ പുതിയ
മാനുഫാക്ചറിങ് ഫാക്ടറികൾ സ്ഥാപിക്കാം, അങ്ങനെ സ്ഥാപിച്ചിരുന്നു എന്ന് ഏത് പറയുന്നു? കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിൻ്റെ നിയമങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ ഡിവിഡൻഡ് ഓൺ പർച്ചേസസ്, ഓരോ പർച്ചേസ് നടത്തുമ്പോൾ മെമ്പേഴ്സിന് ആവശ്യമായ എന്ത് കൊടുക്കണം? ഡിസ്കൗണ്ടും ഡിവിഡൻറ്റും ബെനിഫിറ്റുകൾ കൊടുക്കണം. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് മേടിക്കുന്ന വിലയിലുണ്ടാകുന്ന വ്യത്യാസമാണ്. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എത്ര പെർസെൻറ്റേജ് ആണോ ഒരു സൊസൈറ്റിയിൽ നിന്ന് പർച്ചേസ് നടത്തുന്നത് അതിന് ആനുപാതികമായിട്ട് അവരുടെ മെമ്പർഷിപ്പിൽ ഡിവിഡൻറ്റ് കയറുകയും ഫൈനലായിട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ വേണ്ടത് എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ്. ഈ സൊസൈറ്റിയിൽ അംഗങ്ങളായവരാരാണോ അവർക്ക് സഹകരണ നിയമങ്ങളെക്കുറിച്ച്, സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എഡ്യൂക്കേഷൻ വളരെ വ്യക്തമായിട്ട് കൊടുക്കണം. പലപ്പോഴും മെമ്പർമാർക്ക് എല്ലാവർക്കും എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ എന്താണ് കോപ്പറേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് ഒന്നും അറിയില്ല. അതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ നേച്ചുറാലിറ്റി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അതേപോലെ മതപരമായ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് എടുക്കാം. പക്ഷെ ഒരു കാരണവശാലും മതപരമായ രാഷ്ട്രീയമായ കാര്യങ്ങൾ സൊസൈറ്റിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ വിവേചനം ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ നല്ല വശങ്ങളുണ്ട്. കാരണം ഓർഗനൈസേഷൻ, നടത്തിപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ മതപരമായ രാഷ്ട്രീയമായ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ അവിടെ പോലും നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. സൊസൈറ്റിയിൽ എവിടെയാണ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നം ഉപയോഗിക്കുന്നത്? ചിഹ്നം ഉപയോഗിക്കുന്നില്ല. കാരണം പൊളിറ്റിക്കൽ എന്ന് പറയുന്ന വാക്ക് സൊസൈറ്റിയുടെ ഭാഗമല്ല. പകരം നമ്മൾ നമ്പറാണ് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്നത് യൂസ് ഓഫ് കറക്റ്റ് വെയിറ്റ് ആൻഡ് മെഷർ. അംഗങ്ങൾക്ക് പ്രൊഡക്റ്റും സർവീസും കൊടുക്കുമ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഒരിക്കലും തൂക്കത്തിലോ മറ്റു കാര്യങ്ങളിലോ വെട്ടിപ്പോ തട്ടിപ്പോ നടത്താൻ പാടില്ല. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ വിശ്വാസ്യതയെ ബാധിക്കും. ഇതാണ് റോക്കഡെയിൽ പൈനിയർ സൊസൈറ്റിയുടെ 10 പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചോദിക്കേണ്ടത് വൈ ദേ ആർ കോൾഡ് പൈനിയേഴ്സ്. നമ്മളവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് പൈനിയർ. റോക്കഡെയിൽ പൈനിയർ എന്നാണ് ഉപയോഗിക്കുന്നത്. വൈ വി യൂസ് പൈനിയർ? ഇവിടെ പറയേണ്ട കാര്യം, ഈ പൈനിയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നത് ഇംഗ്ലണ്ടിലല്ല. നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് റോക്കഡെയിൽ സൊസൈറ്റികളൊക്കെ പൈനിയർ എന്ന് പറയുന്ന വാക്കുകൂടി ഉപയോഗിച്ചത് നമുക്ക് നോക്കണം. ഒന്ന്, ഒരുപക്ഷെ ഈ ആഗോളതലത്തിൽ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇംഗ്ലണ്ടിലാണ് ഒരു സൊസൈറ്റി ആദ്യമായിട്ട് സക്സസ് ആയത്. അത് റോക്കഡെയിൽ പൈനിയർ സൊസൈറ്റിയാണ്. പലപ്പോഴും പല ആൾക്കാരും സൊസൈറ്റികൾ സ്ഥാപിച്ചു, കോപ്പറേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നു. പക്ഷേ ഈ കൺസെപ്റ്റുകളോ മൂവ്മെൻറ്റുകളോ ഒരിക്കലും വിജയിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വിജയിപ്പിച്ചെടുത്തത് റോക്കഡെയിൽ പൈനിയർ ആയതുകൊണ്ടാണ് നമ്മൾ പൈനിയർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വിജയിച്ച സൊസൈറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടി അതിലുണ്ട്. അപ്പോൾ റോക്കഡെയിൽ പൈനിയർ സൊസൈറ്റി ആദ്യമായിട്ട് വിജയിച്ച രാജ്യം എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലണ്ടായിട്ട് കണക്ക് കൂട്ടാം. പിന്നെ പറയേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആഗോള തരത്തിലുള്ള എല്ലാ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. കോപ്പറേറ്റീവിന് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ പറയുന്നതിലൊക്കെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അഡോപ്റ്റ് ചെയ്തു, അത് സക്സസ് ആക്കി. നമ്മളൊരു കാര്യം അഡോപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് സക്സസ് ആക്കണം. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ICAയുടെ നിർദ്ദേശപ്രകാരം. ICA എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ നിർദ്ദേശപ്രകാരം. അതുകൊണ്ട് ഈ പറയുന്ന പ്രിൻസിപ്പിളാണ് പിന്നീട് അങ്ങോട്ട് ലോകരാഷ്ട്രങ്ങൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് എടുത്തത്. അതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും പ്രൈമറി സ്റ്റേജ് ആയതുകൊണ്ട് നമ്മൾ പൈനിയർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട അടുത്ത ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പൈനിയേഴ്സ് ഹു ഓർഗനൈസ്ഡ് ദിസ് സ്റ്റോർ റിനോവഡ് പേഴ്സൺ ഓഫ് ദാറ്റ് ഇറ ഹാവ് അസോസിയേഷൻ വിത്ത് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സൊസൈറ്റി ഉണ്ടാക്കിയപ്പോൾ ആ സൊസൈറ്റിയുടെ കൺസെപ്റ്റ്, ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ ആ മേഖലയിലുള്ള മനുഷ്യരുടെ സോഷ്യൽ റീഫോംസിന് ആക്കം കൂട്ടി. എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്, അവരുടെ സാമൂഹ്യ സാഹചര്യത്തിന്, ജീവിത നിലവാരത്തിനൊക്കെ ആക്കം കൂട്ടി. അതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്ന പൈനിയർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം. പിന്നെ പറയുന്ന ഒരു വാചകം, അതായത് കോപ്പറേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഒരു ഷേപ്പ് കൊണ്ടുവന്നത് റോക്കഡെയിൽ പൈനിയറാണ്. ഒരു ഷേപ്പ്, അതായത് ഈ പറയുന്ന ഡൈനാമിക് മൂവ്മെൻറ്റ് കൊണ്ടുവന്നത്, എക്സ്പെരിമെൻ്റ് നടത്തിയത്, കോപ്പറേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഒരു ഷേപ്പ് കൊണ്ടുവന്നത് റോക്കഡെയിൽ പൈനിയറാണ്. അപ്പോൾ അതുകൊണ്ട് വേൾഡ് ലെവലിൽ തന്നെ ആ സംവിധാനം അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് പിന്നീട് മറ്റു രാജ്യങ്ങൾ കൂടി അഡോപ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്.
ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ജാതീയമായൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ക്രിസ്ത്യൻ. ഒരു പക്ഷേ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടായിരിക്കാം, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് പോലെയുള്ള ഒരു രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യനാണ്. അപ്പോൾ അത് കൊണ്ടുവന്നത് വില്യം കിങ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ്, അദ്ദേഹമാണ് ഈ പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റോക്കഡെയിൽ പൈനിയർ പ്രിൻസിപ്പിൾസിനെ ക്രിട്ടിസൈസ് ചെയ്തു. അതിന് കാരണം റോക്കഡെയിൽ പ്രിൻസിപ്പിൾസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ ഒരു കാരണവശാൽ എന്തുപയോഗിക്കാൻ പാടില്ല, റിലീജിയസ് പൊളിറ്റിക്കൽ കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അതിൻ്റെ നല്ല വശങ്ങൾ എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇവർ അത് ജാതീയപരമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തു എന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പല ചലഞ്ചസും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി ഉള്ളവരും നോൺ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകളും തമ്മിൽ ചലഞ്ചസും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി. അതിനൊരു കാരണം, അങ്ങനെയുള്ള ക്രിസ്ത്യൻ സോഷ്യൽ മൂവ്മെൻറ്റ് ഫെയിൽഡ് ആകാനുണ്ടാകിയ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ലാക്ക് ഓഫ് കോപ്പറേറ്റീവ് നോളേജ് ആണ്. എന്ന് പറഞ്ഞാൽ സഹകരണ നിയമങ്ങളെക്കുറിച്ചോ തത്വങ്ങളെക്കുറിച്ചോ ഇവർക്ക് രണ്ട് കൂട്ടർക്കും അറിയില്ല. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റിന് അറിയില്ല, നോൺ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റിന് അറിയില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഗനൈസേഷൻ തന്നെ ഡിഫക്റ്റീവ് ആയിരുന്നു. ഈ റിലീജിയസ് ബേസിൽ ആരംഭിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് മാനറിലാണ് നടന്നത്. അതിനേക്കാൾ ഉപരി അതിലേക്ക് തിരഞ്ഞെടുത്ത മെമ്പേഴ്സിനെ കെയർഫുള്ളായിട്ട് തിരഞ്ഞെടുത്തില്ല. അതായത് സെലക്ഷൻ, നമ്മൾ പറയുന്നില്ലേ പലപ്പോഴും കെയർഫുൾ സെലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ കെയർഫുൾ സെലക്ഷൻ ആയില്ല എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് കണക്ക് കൂട്ടാം. അതിനേക്കാൾ ഉപരി പലപ്പോഴും ഉണ്ടായിരുന്ന റോ മെറ്റീരിയലിൻ്റെ പ്രോബ്ലം, ക്രെഡിറ്റ് ഫെസിലിറ്റീസിൻ്റെ പ്രോബ്ലം, അതായത് റോ മെറ്റീരിയൽ ആവശ്യമായ പ്രൊഡക്ഷൻ നടത്താനുള്ള റോ മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല. അതിനേപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായില്ല. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ, കടമായിട്ട് സാധനങ്ങളോ സേവനങ്ങളോ കിട്ടാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട്. പിന്നെ കോമ്പറ്റീഷൻ, അതായത് മത്സരങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് എന്തുണ്ടായിരുന്നു, മത്സരമുണ്ടായിരുന്നു. ആ കോമ്പറ്റീഷൻ വഴി പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് നഷ്ടപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ അല്ല. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ്, നോൺ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന കൺസെപ്റ്റ് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, പരീക്ഷയ്ക്ക് വരില്ല. പക്ഷേ റോക്കഡെയിൽ പൈനിയർ വരും എന്നുള്ളതാണ്. 1854 1854 അടുത്ത ഒരു ഇയർ വരുന്നത് 1854 ആണെന്ന് നമുക്ക് പറയാം. അടുത്തൊരു കൺസെപ്റ്റ് 1854 ആണ്. 1854 അവർ ദേ പ്രൊവൈഡഡ് ക്ലാസസ് ടു വർക്ക്മാൻ. അതായത് ജോലിക്കാരെ എന്ത് ചെയ്തു, ക്ലാസസ് ചെയ്തു, തരംതിരിച്ചു. വർക്ക്മാൻ, കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബേസിസിൽ ജോലിക്കാരെ തരംതിരിച്ചു, ക്ലാസസ് ഓഫ് വർക്ക്മാൻ എന്നുള്ളത്. അപ്പോൾ ഈ ക്ലാസസ് ഓഫ് വർക്ക്മാൻ എന്ന് പറഞ്ഞാൽ അവർക്കതിൻ്റെ ആവശ്യമായ ട്രെയിനിങ്ങും മറ്റുള്ള ഫെസിലിറ്റീസും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് 1854 അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതിന് തുടക്കം കുറിച്ചത് 1852 എന്ത് വന്നത്, ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻറ്റ് സൊസൈറ്റി ആക്ട് പാസ്സാക്കിയത്. ഇംഗ്ലണ്ടാണ് ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻറ്റ് സൊസൈറ്റി ആക്ട് പാസ്സാക്കിയത്. പ്രയോർ ടു ദിസ് ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെർ ഓർഗനൈസ്ഡ് അണ്ടർ ദി ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1846. 1846 ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഇയർ നോക്കുക, 1846 ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് വന്നത്. ഇതിന് ശേഷമാണ് എന്ത് വന്നത്, ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻറ്റ് സൊസൈറ്റി ആക്ട് 1852 കൊണ്ടുവന്നത് എന്ന് പറയുന്നു. ഈ ന്യൂ ആക്ടിൻ്റെ പ്രത്യേകത അവർ പറയുന്നുണ്ട്. ദ ന്യൂ ആക്ട് റീഓർഗനൈസ്ഡ് ഓർ റെക്കഗ്നൈസ്ഡ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ഫോർ ട്രേഡ് ആൻഡ് വർക്ക്. രണ്ട് കാര്യങ്ങൾക്കാണ് ഈ സൊസൈറ്റി ആക്ട് പ്രാധാന്യം കൊടുത്തത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രേഡ്, വ്യാപാരം. രണ്ട് വർക്ക് മീൻസ് ജോലിയുടെ സാഹചര്യം, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, തൊഴിൽ ചെയ്യുന്നവർക്ക് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാക്കുക. അതൊക്കെ ഇതിൻ്റെ ലക്ഷ്യമായിട്ട് അവർ കണക്ക് കൂട്ടി എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് വളണ്ടറി സബ്സ്ക്രിപ്ഷൻ ഫ്രം ദി മെമ്പേഴ്സ്. അംഗങ്ങൾ ആകുന്നവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ വളണ്ടറി സബ്സ്ക്രിപ്ഷൻ മേടിക്കണം. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫീസ് എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാം. ശരിക്കും ഫീസല്ല, ആദ്യമായിട്ട് എടുക്കുന്നത് മെമ്പർഷിപ്പാണ്.
പിന്നെ തുടർന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് സബ്സ്ക്രിപ്ഷൻ. അത് നമ്മൾ മലയാളത്തിലൊക്കെ പറയുകയാണെങ്കിൽ പുതുക്കാനുള്ള ഫീസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് അവർ പറഞ്ഞത് വളണ്ടറി സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫ്രം ദി മെമ്പേഴ്സ് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%. പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%. അതായത് ഇവരുടെ കയ്യിൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ സ്വരൂപിച്ചിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും 5% ആയിരിക്കും. പിന്നെ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ഓൺ പർച്ചേസസ്. ഓരോ പർച്ചേസിനും എന്തുണ്ട്? ഡിവിഡൻഡ് ഉണ്ട്. ഈ ഡിവിഡൻഡ് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പിന്നീട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് ട്വൈസ് എ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും അക്കൗണ്ടുകൾ ഓഡിറ്റിംഗ് നടത്തിയിരിക്കണം. ഇപ്പം നമ്മുടെ അവിടെ കോപ്പറേറ്റീവ് ആക്ട് പ്രകാരം നമുക്കറിയാം എല്ലാ വർഷവും നിർബന്ധമായിട്ടും ഓഡിറ്റിംഗ് നടത്തിയിരിക്കണം. ഇവിടെ അങ്ങനെയല്ലായിരുന്നു, 2 വർഷത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ഓഡിറ്റിംഗ് നടത്തിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് റിസ്ട്രിക്റ്റഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. റിസ്ട്രിക്റ്റഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഒരു കാരണവശാലും വിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ട്വൈസ് എ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ നിർബന്ധമായിട്ടും ഓഡിറ്റിംഗ് നടക്കണം. അപ്പോൾ 2 വർഷത്തിലൊരിക്കൽ ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ളത് ഈ പറയുന്ന നിയമപ്രകാരം കമ്പൽസറി ആയിരുന്നു. പിന്നെ റിസ്ട്രിക്റ്റഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കമ്പനിയിൽ നിന്ന് ഷെയർ എടുക്കുകയാണെങ്കിൽ ആ ഷെയർ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഏത് സമയത്ത് വേണമെങ്കിലും വിൽക്കാം, വാങ്ങാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഷെയർ ആകാം, ഡിബഞ്ചർ ആകാം, അതിനനുബന്ധമായ എന്തെങ്കിലും ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന സൊസൈറ്റികളിൽ നിന്നും മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ മെമ്പർഷിപ്പ് മറ്റൊരാൾക്ക് കൈമാറാനായിട്ട് പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ അച്ഛന് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, അച്ഛൻ മരിച്ചതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല, അതോടുകൂടി ആ മെമ്പർഷിപ്പ് കട്ടായി പോകും. പക്ഷേ കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആ ഷെയറിൻ്റെ ഓണർഷിപ്പ് വേണമെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് കൈമാറാം. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്ന അൺലിമിറ്റഡാണ്. ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന എത്ര ബാധ്യതയാണോ ആ ബാധ്യതകൾക്കൊക്കെ അംഗങ്ങൾക്ക് കൂടി ബാധ്യതയുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നോ ഫെസിലിറ്റീസ് ഫോർ ഫെഡറേഷൻ. ഈ സൊസൈറ്റികളുടെ ഒരു ഫെഡറേഷനുകളോ ഒരു യൂണിറ്റിയോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രത്യേകതയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഇനി കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി, CWS. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി, CWS എന്നുള്ളതാണ്. ഇതിൻ്റെ ആരംഭം ഇംഗ്ലണ്ട് തന്നെയാണ്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് എല്ലാ ആരംഭം ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ആരംഭിക്കുന്നത് ഇറ്റ് ഈസ് എ മൈൽ സ്റ്റോൺ എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു കൺസെപ്റ്റാണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവർ ആരംഭിച്ചത് എന്താ? കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ട് പർച്ചേസ് നടത്തുക. സാധനങ്ങൾ മുഴുവൻ, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മെമ്പേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ സെൻട്രലൈസ് ആയിട്ട് പർച്ചേസ് നടത്തുകയും ആ സാധനങ്ങൾക്ക് എന്ത് ചെയ്യുക? റീറ്റെയിൽ ഷോപ്പ് വഴി അവർക്ക് ഈ സാധനങ്ങൾ വിതരണം ചെയ്യുക. അതായത് കൺസ്യൂമർ ഗുഡ്സ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ കൺസ്യൂമർ ഗുഡ്സ് എന്ത് ചെയ്യുക? ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുക. ആ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം റീറ്റെയിൽ ഷോപ്പുകൾ വഴി സാധനങ്ങൾ മുഴുവൻ വിറ്റ് പൈസയാക്കുകയും അതുവഴി നല്ല പ്രൊഡക്റ്റും സർവീസും കൺസ്യൂമേഴ്സിന് ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണക്ക് കൂട്ടേണ്ടത്. ഇതിനും ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് മിസ്റ്റർ EV എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റിന് ആക്കം കൂട്ടിയത്. അദ്ദേഹമാണ് ഇതിനു വേണ്ടി വാദിച്ചത്. ഒരു ഫെഡറൽ സംവിധാനമായിരുന്നു. ആ സംവിധാനം വന്നത് 1850-ലാണ്. 1850-ലാണ് അങ്ങനെ ഒരു സംവിധാനം വന്നത് എന്ന് പറയുന്നു. നമ്മൾ ആലോചിക്കണം, 1850 എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യമില്ല, ആ സമയത്ത് പോലും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹമാണ് CWS ആരംഭിച്ചത് എന്ന് പറയുന്നു. ഇതിൻ്റെ പബ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിച്ചത് ദ കോപ്പറേഷൻ
എന്നുള്ള ഒരു പബ്ലിക്കേഷൻ അവർ ഇറക്കിയിരുന്നു. ആ പബ്ലിക്കേഷൻ ഇറക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരണ നിയമങ്ങളെക്കുറിച്ച്, തത്വങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവർക്ക് അറിയുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പബ്ലിക്കേഷൻ അവർ നടത്തിയിരുന്നു. അതിനുവേണ്ടി 1860-ലും 1861-ലും അവരെന്ത് നടത്തി? കോൺഫറൻസുകൾ നടത്തി. 1861-ലും കോൺഫറൻസുകൾ നടത്തി. ആ കോൺഫറൻസുകളുടെ അടിസ്ഥാനത്തിലാണ് 1862-ൽ ഇതിന് തുടർച്ചയായിട്ട് കോൺഫറൻസുകൾ നടത്തി. ആ കോൺഫറൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ 1862-ൽ ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻറ്റ് സൊസൈറ്റി ആക്ട് അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്യുന്ന വെച്ചാൽ ഭേദഗതി വരുത്തി എന്ന് പറയാം. ആ ഭേദഗതിയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ വന്നു. ഒന്ന്, ഫെഡറൽ സിസ്റ്റം. എല്ലാ സൊസൈറ്റികളും, എല്ലാ റീറ്റെയിൽ ഷോപ്പുകളും ഒക്കെ കൂടി ചേർന്ന് ഒരു ഫെഡറൽ സിസ്റ്റം ഉണ്ടാകണം. ഇപ്പം നമ്മുടെ രാജ്യം ഫെഡറൽ സിസ്റ്റമാണ്. കാരണം എന്താ? ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ട്. ആ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിൽ ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. 28 സ്റ്റേറ്റ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ 28 സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, അപ്പോൾ 28 സ്റ്റേറ്റുകളുടെ ഫെഡറേഷനാണ് യൂണിയൻ ഗവൺമെൻറ്. അതേപോലെ എല്ലാ റീറ്റെയിൽ ഷോപ്പുകളുടെയും ഫെഡറേഷനായിട്ടാണ് CWS നിലവിൽ വന്നത് എന്ന് പറയാം. അതാണ് മേജർ ഭേദഗതി. രണ്ടാമത്തെ ഭേദഗതി ഞാനിവിടെ പറഞ്ഞത് എന്തായിരുന്നു? അൺലിമിറ്റഡ് ആയിരുന്നു ഈ സൊസൈറ്റി ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അൺലിമിറ്റഡ് അതെന്ന് വെച്ചാൽ സൊസൈറ്റി വരുത്തുന്ന എല്ലാ നഷ്ടങ്ങൾക്കും എല്ലാ അംഗങ്ങൾക്കും ബാധ്യത ഉണ്ടാകും. അവിടെ നിയമത്തിന് ഭേദഗതി വരുത്തി ലിമിറ്റഡ് ആക്കി. ലിമിറ്റഡ് ആക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സൊസൈറ്റിയിൽ നിന്ന് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പൈസ എന്താണോ അതാണ് എൻ്റെ ബാധ്യത. അതല്ലാതെ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന മറ്റൊരു നഷ്ടങ്ങൾക്കും എനിക്ക് ബാധ്യത ഉണ്ടാകില്ല എന്ന് വെച്ചാൽ കമ്പനിയുടെ നിയമം പോലെ ആക്കി എന്നർത്ഥം. പിന്നെ പറയുന്നത് ഡീബാറിംഗ് ബാങ്കിങ് ബിസിനസ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ബാങ്കിങ് ബിസിനസ് നടത്തുന്നത് പൂർണ്ണമായിട്ട് നിരോധിച്ചു. അത് ഏത് ആക്ടിൻ്റെ പ്രകാരം? 1862-ലെ ആക്ടിൻ്റെ ഭേദഗതി പ്രകാരം, അമെൻഡ് പ്രകാരം കൊണ്ടുവന്ന സംവിധാനമാണ് എന്ന് നമുക്ക് പറയാം. അതിനുശേഷം ഓഗസ്റ്റ് 1863 ദ നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസി ആൻഡ് ഡിപ്പോട്ട് വിൽ ബി സ്റ്റാർട്ടഡ്. അവർ ചെയ്ത കാര്യം 1863 ഓഗസ്റ്റിൽ നോർത്ത് ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസിയും ഡിപ്പോട്ടും ആരംഭിച്ചു എന്നുള്ളതാണ്. ഇതിലേക്ക് എല്ലാ പ്രൈമറി സൊസൈറ്റികളെയും അഫിലിയേറ്റ് നടത്തി. അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൈമറി സൊസൈറ്റികളുടെയും അപെക്സ് സൊസൈറ്റി ആയിട്ട് ഈ സംവിധാനത്തെ കൊണ്ടുവന്നു എന്ന് പറയാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 1864 മാർച്ച്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 1864 മാർച്ച് 14 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 1867 ഈ പേര് എന്താക്കി മാറ്റി? ഈ പറയുന്ന കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന് ആക്കി മാറ്റി. അപ്പോൾ ഇത്രയും വർക്കിംഗ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു. ആദ്യം നമുക്ക് നോക്കേണ്ടത് 1850 അവർ എന്താരംഭിച്ചത്? ഈ പറയുന്ന സൊസൈറ്റി മൂവ്മെൻറ്റിൻ്റെ ഹോൾസെയിൽ ടൈപ്പ് സൊസൈറ്റികൾ ആരംഭിക്കുന്നത് 1850 അത് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആണ് തുടക്കം കുറിച്ചത് എന്ന് പറയാം. ഇതിനുശേഷം 1860 മുതൽ 61 വരെ ഒരുപാട് തരത്തിലുള്ള കോൺഫറൻസുകൾ, സെമിനാറുകളൊക്കെ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1862 ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻറ്റ് സൊസൈറ്റി ആക്ടിന് മേജർ ഭേദഗതി വരുത്തി. ആ ഭേദഗതി പ്രകാരം 1863 അവരെന്തുണ്ടാക്കി? നോർത്ത് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസി ആൻഡ് ഡിപ്പോട്ട് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി. അതിലേക്ക് ബാക്കി പ്രൈമറി സൊസൈറ്റികളുടെ അഫിലിയേഷൻ എടുത്തു. അതിനുശേഷം അവർ 864 മാർച്ച് 14 ബിസിനസ് ആരംഭിച്ചു. 867 പേര് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി CWS എന്നാക്കി മാറ്റി. ഇത് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ആണ്. നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലിൽ പർച്ചേസ് നടത്തുകയും ഈ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പല മേഖലകളിലും റീറ്റെയിൽ സ്റ്റോറുകൾ ആരംഭിച്ച്, സൊസൈറ്റികൾ ആരംഭിച്ച് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് ഫീച്ചേഴ്സ് അവർ പറയുന്നത് ലാർജ് സ്കെയിൽ ട്രേഡാണ്. അതായത് വ്യാപാരം വർദ്ധിപ്പിക്കുക. ലാർജ് സ്കെയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ വ്യാപാരം വർദ്ധിപ്പിക്കുക. അതിനേക്കാൾ ഉപരി ബൈയിങ് ഡിപ്പോട്ട്സുകളുടെ എണ്ണം വാങ്ങിക്കുക. സാധനങ്ങൾ വിൽക്കുന്ന ബൈയിങ് ഡിപ്പോട്ട്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതിനേക്കാൾ ഉപരി മറ്റു രാജ്യങ്ങൾക്ക് കൂടി പ്രാധാന്യം ഉണ്ടാകുന്ന രീതിയിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ആരംഭിക്കുക. മാനുഫാക്ചറിങ് ഫാക്ടറീസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്.
മാനുഫാക്ചർ ഫാക്ടറീസ്. അപ്പോൾ ഇവരുടെ സാധനങ്ങൾ ഇവരുടെ ഷോറൂമിൽ കൊണ്ടുവന്ന് അവിടെ പ്രോസസ്സ് നടത്തി ആ സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. ഇനി കുറച്ച് ഇയർ കൂടി നമുക്ക് പഠിക്കാണ്ട്. 1889 ഇവർ കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി ആരംഭിക്കുന്നത്. കോപ്പറേറ്റീവ് ഡയറി ഇതിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. 1889 1900 ബേക്കൺ ഫാക്ടറീസ് ആരംഭിക്കുന്നത്. ബേക്കൺ ഫാക്ടറീസ് ആരംഭിച്ചത് 1900 1913 ഇവർ ടീ എസ്റ്റേറ്റ് വാങ്ങിയത്. ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ 1913 ടീ എസ്റ്റേറ്റ് വാങ്ങിയ സ്ഥലം സിലോണാണ്. സിലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സിലോൺ എന്ന് വിളിക്കുന്ന പണ്ടത്തെ ഏത് പ്രദേശമാണ്? ശ്രീലങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കൊളംബോ എന്നൊക്കെ അറിയപ്പെട്ട ആ സ്ഥലം, അതാണ് സിലോണിലാണ് ടീ എസ്റ്റേറ്റ് വാങ്ങിയത്. 1930 1957 സബ്സിഡിയറി സൊസൈറ്റി രൂപീകരിച്ചു. സബ്സിഡിയറി എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റിക്ക് കീഴിൽ പുതിയ സൊസൈറ്റികൾ ആരംഭിച്ചു എന്ന് പറയുന്നു. അതായത് ആ സമയത്ത് 200-ലധികം ഫാക്ടറീസ് CWSൻ്റെ കീഴിലുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ 1889 കോപ്പറേറ്റീവ് ഡയറി ആരംഭിച്ചു. 1900 ബേക്കൺ ഫാക്ടറീസ് ആരംഭിച്ചു. 1913 ടീ എസ്റ്റേറ്റ് പർച്ചേസ് ചെയ്തു സിലോണിൽ. 1957 സബ്സിഡിയറി സൊസൈറ്റികൾ ആരംഭിച്ചു. ഏകദേശം ആ സമയത്ത് 200-ലധികം ഫാക്ടറീസ് ഈ പറയുന്ന കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുടെ കീഴിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയാണ്. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന് പറയുന്ന സംവിധാനം. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത് 1864 നടന്ന കോൺഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത്. ഇതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഇംഗ്ലണ്ടിലുണ്ടായ പല സൊസൈറ്റി സംവിധാനങ്ങളുടെയും പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കുഡ് നോട്ട് കാറ്റർ ടു ദി റിക്വയർമെൻറ്റ് ഓഫ് സൊസൈറ്റി ഇൻ ദ വെസ്റ്റ് സ്കോട്ട്ലാൻഡ്. വെസ്റ്റ് സ്കോട്ട്ലാൻഡിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളോ ഗുണങ്ങളോ മാർക്കറ്റിങ്ങോ കിട്ടിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ കോൺഫറൻസ് 1864 രണ്ടാമത്തെ കോൺഫറൻസ് 1867 നടന്നത്. ഈ 1867 നടന്ന കോൺഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയിലുള്ളവരുടെ മെമ്പർഷിപ്പ് എന്ത് ചെയ്യാം, സ്കോട്ടിഷ് സൊസൈറ്റി ആരംഭിക്കുകയാണെങ്കിൽ അതിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ സ്കോട്ടിഷ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന ഏരിയയിലുള്ളവർക്കൊന്നും ഇനി ഇംഗ്ലണ്ട് ഹോൾസെയിൽ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടില്ല എന്നൊരു തീരുമാനം അവർ എടുത്തു എന്ന് പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1868 എന്ത് വന്നത്, സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി നിലവിൽ വന്നത് എന്ന് പറയാം. രജിസ്റ്റർ ചെയ്ത് അത് ആ സമയത്താണ്, ഏത് 1868 രജിസ്റ്റർ ചെയ്ത്. അതിൻ്റെ ഫങ്ഷനിങ് ആരംഭിക്കുന്നത് 1868 സെപ്റ്റംബർ 8 ഇതാണ് രജിസ്റ്റേർഡ് ടൈം, ഇതാണ് ഫങ്ഷനിങ്. അപ്പോൾ രണ്ടും ഒരു വർഷം നടന്നു. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താ, ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ സ്കോട്ടിഷ് മേഖലയ്ക്ക് കിട്ടാതായപ്പോൾ സ്കോട്ടിഷ് മേഖലയിൽ ഉള്ളവരെടുത്ത തീരുമാനമാണ് എന്ത്, ഇങ്ങനൊരു സൊസൈറ്റി ആരംഭിക്കുക. അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുത്തത് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയാണ്. അവർ കൊടുത്ത സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സ്കോട്ടിഷിലുള്ളവർക്ക് ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കില്ല, ഇവിടെ ഉള്ളവരുടെ മെമ്പർഷിപ്പ് പുതിയതായിട്ട് ആരംഭിക്കുന്ന സ്കോട്ടിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഫറൻസ് 1864 നടന്നു. പിന്നീട് 1867 നടന്നു. 1867 കോൺഫറൻസിന് ശേഷം 1868 അങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. 1868 സെപ്റ്റംബർ 8 സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് പറയാം. അതായത് CWSൻ്റെ സെയിം ഫൂട്ടിംഗ് മെത്തേഡാണ്. CWS എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ്
ഹോൾസെയിൽ സൊസൈറ്റിയുടെ അതേ മോഡൽ, അതേ രീതി, അതേ സിസ്റ്റത്തിലാണ് സ്കോട്ടിഷ് സൊസൈറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് പറയുന്നു. ഇവരുടെ പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പ്രത്യേകത, പെക്യൂലിയാരിറ്റി ഓഫ് ദി സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ ട്രേഡാണ്. റീറ്റെയിൽ ട്രേഡിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, റീറ്റെയിൽ ട്രേഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ബിഗ്ഗസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആണെന്ന് നമുക്ക് പറയാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഏകദേശം ഇംഗ്ലണ്ടിലെ മൊത്തം റീറ്റെയിൽ വ്യാപാരത്തിൻ്റെ മെജോറിറ്റി പെർസെൻറ്റേജ് കൈകാര്യം ചെയ്യുന്നത് സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്രയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ടത്, ആ ഇയറുകൾ പ്രത്യേകമായിട്ട് നോക്കണം. ഇനി കോപ്പറേറ്റീവ് ടീ സൊസൈറ്റി, പിന്നീട് നിലവിൽ വന്ന സംവിധാനമാണ് കോപ്പറേറ്റീവ് ടീ സൊസൈറ്റി. CTS എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം, കോപ്പറേറ്റീവ് ടീ സൊസൈറ്റി. കോപ്പറേറ്റീവ് ടീ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുടെയും സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾ സൊസൈറ്റിയുടെയും ജോയിൻ്റ് വെഞ്ചറാണ്. ഇവർ രണ്ട് കൂട്ടരും കൂടി ആരംഭിച്ചതാണ് CTS എന്നുള്ളത്, കോപ്പറേറ്റീവ് ടീ സൊസൈറ്റി. അപ്പോൾ ജോയിൻ്റ് വെഞ്ചറാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആരംഭിച്ച വർഷം 1976 1976 ആണെന്ന് പറയുന്നു. ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ $2 മില്യൺ ആണ്, $2 മില്യൺ ആണ് ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ. റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് $5 മില്യൺ ആണ്. അതുമാതിരി ലോൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് $1 മില്യൺ ആണ്. ഇതിൻ്റെ എന്താ പറയുക, ആനുവൽ സെയിൽ എന്ന് പറഞ്ഞാൽ $25.5 മില്യൺ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സൊസൈറ്റി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ടീ ആൻഡ് കോഫി ഇൻഡസ്ട്രീസിനാണ്. ടീ ആൻഡ് കോഫി, ഇതിൽ കോഫിയും കൂടി പെടും. അതിന് ഏറ്റവും കൂടുതൽ അവർ കണ്ടെത്തിയ പ്ലാന്റേഷൻ സൗത്ത് ഇന്ത്യ ആൻഡ് സിലോൺ ആണ്. സൗത്ത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, അതാണ് ഉദ്ദേശിക്കുന്നത്. സൗത്ത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക എന്ന് പറയുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ടീ പ്ലാന്റേഷൻസ് ഉള്ളത്. നമുക്കറിയാം കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പല സ്റ്റേറ്റുകളിലും ഏറ്റവും കൂടുതൽ ടീ പ്ലാന്റേഷൻ ഉള്ള ഒരു സ്റ്റേറ്റാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്, വയനാട്, മൂന്നാർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലും, അതേപോലെ ശ്രീലങ്കയിലും എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് റീസൺ ഫോർ ദി സക്സസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വിജയിക്കാനുള്ള കാരണം എന്താണ്? ടു എലിമിനേറ്റ് മിഡിൽ മാൻ, ഇടനിലക്കാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇടനിലക്കാരുണ്ടാവും. എങ്ങനെ ഇടനിലക്കാർ വരിക? ആദ്യം മാനുഫാക്ചറർ, ഈ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ സാധനങ്ങൾ വാങ്ങുന്നു, ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലർ വാങ്ങുന്നു, റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമർ വാങ്ങുന്നു. അപ്പോൾ ആദ്യം ഉൽപ്പാദകൻ, മാനുഫാക്ചറർ, പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ പറയാം, അവരുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ വാങ്ങുന്നു, ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലർ വാങ്ങുന്നു, റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് ആര് വാങ്ങുന്നു? കൺസ്യൂമർ വാങ്ങുന്നു. ഇതാണ് മാർക്കറ്റിംഗ് സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഈ പറയുന്ന മിഡിൽ മാൻസിനെ ഇവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. മിഡിൽ മാൻസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഈ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി തന്നെയായിരിക്കും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും അവരവരുടെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിച്ച് ആ സാധനങ്ങൾ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. രണ്ടാമത്, കൺസ്യൂമർ ഗെറ്റ് ഗുഡ്സ് അറ്റ് ലോവർ റേറ്റ്. കൺസ്യൂമറിന് ലോവർ റേറ്റിന് ന്യായമായ വിലയ്ക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ഗുഡ്സ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സൊസൈറ്റികളുടെ പ്രത്യേകത. കോസ്റ്റ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ വാസ് റെഡ്യൂസ്ഡ്. നമ്മൾ പറയേണ്ടത് എന്താ? പീപ്പിളിൻ്റെ, അതായത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവരുടെ ചെലവ് കുറച്ച് കൊണ്ടുവന്നു എന്നുള്ളത് ഈ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഡെയിലി വേജ് ഏണേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ടു ഫീഡ് ദെയർ ഫാമിലി. നമ്മൾ പറയേണ്ടത് എന്താ? ഡെയിലി വേജസ് കിട്ടുന്നവർക്ക് അവരുടെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമായിരുന്നു ഈ സൊസൈറ്റി എന്നുള്ളത്. ഇവിടുന്ന് ന്യായമായ വിലയ്ക്ക് പ്രൈസ് റിഡക്ഷന് ഒക്കെ അവർക്ക് പ്രൊഡക്റ്റ് കിട്ടി എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. നമ്മൾ പറയേണ്ട കാര്യം എന്താ? ശുദ്ധമായ, അതിനേക്കാൾ ഉപരി എടുത്തു പറയേണ്ട ഒരു കാര്യം അൺഅഡൾട്ടേഡ് എന്ന് പറഞ്ഞാൽ മായം ചേർക്കാത്ത ഗുഡ്സ് ലഭിച്ചു എന്നുള്ളതാണ്. ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് സെവറൽ അമ്യൂണിറ്റീസ്. നല്ല വർക്കിംഗ് കണ്ടീഷനായിരുന്നു, നല്ല സാഹചര്യങ്ങൾ, നല്ല ഫെസിലിറ്റീസുകളൊക്കെ ഈ സൊസൈറ്റി നൽകി. മാനുഫാക്ചേർഡ് ഗുഡ്സ് ഇൻ ദയർ ഓൺ ഫാക്ടറീസ്. ഈ സൊസൈറ്റികൾ എന്താ ചെയ്തത്? ഇവർ കൺസ്യൂമർക്ക് കൊടുക്കേണ്ട
എല്ലാ ഗുഡ്സും അവർ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവരുടെ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച് പ്യുവറായി ന്യായവിലയ്ക്ക് വിതരണം ചെയ്തു എന്നുള്ളതാണ്. മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് ടു ഓർഗനൈസ്ഡ് ലോക്കൽ യൂണിയൻസ്, നമ്മൾ പറയേണ്ടത് ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ യൂണിയനുകൾക്കും ഫെഡറേഷനുകൾക്കും ആവശ്യമായ മെറ്റീരിയൽ അസിസ്റ്റൻസ് നൽകി. സെൻട്രലൈസ്ഡ് സേവിംഗ് ബാങ്ക് വിത്ത് സ്റ്റോർ ആക്ടിവിറ്റീസ്, നല്ല സ്റ്റോറിംഗ് ഫെസിലിറ്റീസും ബാങ്കിങ് സംവിധാനങ്ങളും കൊണ്ടുവന്നു. വെൽഫെയർ ഓഫ് ദി ഹോൾ കമ്മ്യൂണിറ്റി, മൊത്തം സമൂഹത്തിൻ്റെ വികസനം, വിജയം, മുന്നോട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് അവരുടെ ലക്ഷ്യമായിട്ട് കണക്ക് കൂട്ടേണ്ടത്. ഇമ്പാർട്ടിംഗ് എഡ്യൂക്കേഷൻ ത്രൂ കോപ്പറേറ്റീവ് സ്കൂൾ, കോളേജ്, ലൈബ്രറീസ്, ലെക്ചേഴ്സ്, ക്ലാസസ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വഴി എന്ത് കൊണ്ടുവന്നു? സ്കൂളുകൾ ആരംഭിച്ചു, കോളേജുകൾ ആരംഭിച്ചു, ലൈബ്രറികൾ ആരംഭിച്ചു, ലെക്ചറുകൾ, ക്ലാസ്സസുകളൊക്കെ കൊണ്ടുവന്നു. ഗുഡ് ലീഡർഷിപ്പ്, ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, നല്ല ലീഡർഷിപ്പ് കൊണ്ടുവന്നു, അതിനേക്കാൾ ഉപരി നല്ല ഇഫക്റ്റീവായ എഫിഷ്യൻ്റായ മാനേജ്മെൻറ്റ് കൊണ്ടുവന്നു. പല കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും നഷ്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഇടപെടലുകൾ, ആ സൊസൈറ്റികളെ നിയന്ത്രിക്കുന്ന, നയിക്കുന്ന വ്യക്തികൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു അറിവോ മാനേജ്മെൻറ്റ് എഫിഷ്യൻസിയോ ഇല്ലാത്തതാണ്. അങ്ങനെയല്ല ഇവിടെ ഉണ്ടായത്. മാനേജ്മെൻറ്റ് എഫിഷ്യൻസി, ഇഫക്റ്റീവ് ഉള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇതാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുന്നത്. ഫൈവ്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 99460, 9946 99461.